ഓക്കെ, സോ രണ്ടാഴ്ചകൾക്ക് മുന്നെയാണ് ചൈനയിൽ ലെനോവോയുടെ സൈഡിൽ നിന്ന് നല്ല ഹൈ സ്പെസിഫിക്കേഷൻ നല്ല ഫ്ലാഗ്ഷിപ്പ് ഫീച്ചേഴ്സ് ഉള്ള ഒരു ഗെയിമിംഗ് ഫോൺ വന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ നല്ല പ്രൊസസ്സറും എല്ലാം ഉണ്ട്, സെറ്റിങ്സും സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ മോഡലിംഗ് ചെറുതായിട്ട് ഡിഫറെൻ്റ് ആണ്. നമ്മൾ നോർമലി കാണുന്ന ഫോൺ വെച്ച് നോക്കുമ്പോൾ ചെറുതായിട്ട് ഒരു ഡിഫറെൻറ്റ് മോഡലിങ്ങും ഡിസൈനുമാണ് ഈ ഫോണിൻ്റെ പേരാണ് ലെനോവോ ലീജിയൻ പ്രോ. പിന്നെ ഈ ഫോണിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഗ്ലാസ് സാൻഡ്വിച്ച് ബിൽഡാണ്. അതിൻ്റെ അർത്ഥമാണ് ഫ്രണ്ടും ബാക്കും ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഗുരുല ഗ്ലാസ് 6ൻ്റെ ആണ് പ്രൊട്ടക്ഷൻ. അതിനോടൊപ്പം തന്നെ അലൂമിനിയം ഫ്രെയിം ഉണ്ട്, വാട്ടർ റിപ്പലൻറ്റ് കോട്ടിംഗ് ഉണ്ട്. ഇതിൻ്റെ വെയിറ്റ് നല്ല കൂടുതലാണ്, കാരണം ഒരു ശരിക്കും പറഞ്ഞാൽ വളരെ ഹൈ സ്പെസിഫിക്കേഷൻ ഉള്ള ഒരു ഗെയിമിംഗ് ഫോണാണ് ലെനോവോ ലീജിയൻ പ്രോ. ഇതിൻ്റെ വെയിറ്റ് ആണ് ഓൾമോസ്റ്റ് 240 ഗ്രാം. ഒരു ഗെയിമിംഗ് ഫോൺ ആക്കുന്നതാണ്. ഒരു RGB ലൈറ്റിംഗ്, ആ ലൈറ്റിംഗ് സെറ്റപ്പ് നിങ്ങൾക്ക് ഇതിലും കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു ഗെയിമിംഗ് ഫോൺ ആയതുകൊണ്ട് മേളിൽ രണ്ട് സൈഡിലും നിങ്ങൾക്ക് ട്രിഗേഴ്സും കിട്ടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഫിസിക്കൽ ബട്ടൺ അല്ല, പക്ഷേ ഒരു അൾട്രാസോണിക് ട്രിഗറാണ്. ഈ വീഡിയോൻ്റെ ഇൻട്രോയിൽ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഡിഫറൻ്റ് ആണ് ഈ ഫോണിന്. സോ ഡിഫറൻസ് വരുന്നത് ഇതിൻ്റെ ഡിസൈനിലാണ്. സോ ശരിക്കും പറഞ്ഞാൽ മെയിൻ ഡിഫറൻസ് നോക്കിയാൽ ഇതിൻ്റെ മെയിൻ റിയർ ക്യാമറ ഉണ്ടല്ലോ, ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്. റിയർ ക്യാമറയുടെ ടോപ്പ് സെൻറ്റർ അല്ലെങ്കിൽ ടോപ്പ് ലെഫ്റ്റില്ല, ക്യാമറയുടെ കറക്റ്റ് സെൻറ്ററിലാണ്. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ സെൽഫി ക്യാമറ പോപ്പപ്പ് സെൽഫി ക്യാമറയാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പോപ്പപ്പ് സെൽഫി പൊങ്ങി വരുന്നത് മേളിൽ നിന്നല്ല, പക്ഷേ സൈഡിൽ നിന്നാണ്. സോ റൈറ്റ് സൈഡ് സെൻറ്ററിലായിട്ടാണ് ഇതിൻ്റെ പോപ്പപ്പ് സെൽഫി ക്യാമറ. മറ്റൊരു വ്യത്യസ്തമായ ഫീച്ചർ എന്ന് പറഞ്ഞാൽ നോർമലി ഒരു ഫോണിൽ ഒരു സിംഗിൾ USB സ്ലോട്ട് മാത്രമേ കാണുള്ളൂ. പക്ഷേ ഈ ഫോണിൽ 2 USB Type-C സ്ലോട്ട്സ് ഉണ്ട്. ലെനോവോ ലീജിയൻ പ്രോ വരുന്നത് 2 കളർ ഓപ്ഷൻസിലാണ്, വെഞ്ചൻസ് റെഡും പിന്നെ ബ്ലേസിംഗ് ബ്ലൂ. ഈ ഫോണിൽ 6.65 ഇഞ്ചിൻ്റെ സൂപ്പർ ആമോലെഡ് ഫുൾ HD+ റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ആണ്. ഈ ഡിസ്പ്ലേൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് നിങ്ങൾക്ക് ഈ ഫോണിൽ കിട്ടുന്നത്. അതിനോടൊപ്പം തന്നെ 90 ഹെർട്സും 60 ഹെർട്സിൻ്റെ ഫീച്ചർ നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. HDR10ൻ്റെ സപ്പോർട്ട് ഉണ്ട്, ഗുരുല ഗ്ലാസ് 6ൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. 19.5:9 ആണ് ആസ്പെക്ട് റേഷ്യോ. പിന്നെ പോപ്പപ്പ് സെൽഫി ക്യാമറ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഫുൾ വ്യൂ ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. നല്ല കോൺട്രാസ്റ്റും നല്ല വൈബ്രൻസ് ഉള്ള വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു ഡിസ്പ്ലേ ആണ് ലെനോവോ ലീജിയൻ പ്രോ ഫോണിലുള്ളത്. ഈ ഫോണിൻ്റെ പെർഫോമൻസ് നോക്കിയാൽ ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു ഗെയിമിംഗ് ഫോണാണ്, അതായത് ടോപ്പ് ലെവൽ ഗെയിമിംഗ് ഫോണാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വരുന്നത് ക്വാൾകോമിൻ്റെ ഈ വർഷത്തെ ഏറ്റവും പ്രീമിയം ചിപ്സെറ്റായ ഇപ്പം ലേറ്റസ്റ്റ് ഇറങ്ങിയ ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 865+ ചിപ്സെറ്റാണ്. 7 നാനോമീറ്റർ ഫിൻഫെഡ് ഫാബ്രിക്കേഷൻ ടെക്നോളജി വെച്ച് ഉണ്ടാക്കിയ ഒക്ടാ കോർ പ്രൊസസ്സറാണ് ഇതിലുള്ളത്. ടോപ്പ് ക്ലോക്ക് സ്പീഡ് പോകുന്നത് 3.09 GHz ആണ്. കൂടെ വരുന്ന GPU ആണ് Adreno 650. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു മൊബൈൽ വേൾഡിലുള്ള ഏത് ഗെയിം എടുത്ത് കൊടുത്താലും വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് ഏറ്റവും ഹയസ്റ്റ് സെറ്റിങ്സിൽ നിങ്ങൾക്ക് ഈ ഫോണിൽ കളിക്കാൻ പറ്റും. അതിനോടൊപ്പം തന്നെ 144 ഹെർട്സിൻ്റെ ഈ ഹൈ റിഫ്രഷ് റേറ്റ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഏത് ഗെയിം വേണമെങ്കിലും ഹൈ റിഫ്രഷ് റേറ്റ് ഹൈ FPS സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് എല്ലാ ഗെയിംസും ഇതിൽ ഹൈ FPS തന്നെ കളിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ചൈനയിലുള്ള PUBG ഉണ്ടല്ലോ, ഗെയിം ഫോർ പീസ്, അതും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഹൈ സെറ്റിങ്സിൽ ഹൈ FPS സെറ്റിങ്സിൽ ഈ ഫോണിൽ കളിക്കാൻ പറ്റും. ഈ ഫോണിൽ ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് Android 10 ആണ് OS. അതിനോടൊപ്പം തന്നെ ലീജിയൻ OS ആണ് ഈ ഫോണിൽ വരുന്നത്. സോ ഈ ഒരു ലെനോവോ ലീജിയൻ ഫോൺസിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു ലീജിയൻ OS ആണ് വിത്ത് ZUI 12. നിങ്ങളൊരു ഗെയിമർ ആണെങ്കിൽ മോസ്റ്റ്ലി മിക്ക എല്ലാ ഗെയിംസും ഹൈ ഗ്രാഫിക്സ് സെറ്റിങ്സ് ഉള്ള ഗെയിം നമ്മൾ ഈ ഒരു ലാൻഡ്സ്കേപ്പ് മോഡിലാണ് കളിക്കുന്നത്, ഇങ്ങനെ പോർട്രേറ്റിലല്ല. സോ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ബൈ ഡിഫോൾട്ട് ഇതിൻ്റെ ഒരു OSൻ്റെ സെറ്റപ്പും സെറ്റിങ്സും ഐക്കോൺസും ഹോം പേജൊക്കെ ലാൻഡ്സ്കേപ്പ് മോഡിലാണ് വരുന്നത്. നിങ്ങൾക്ക് പോർട്രേറ്റ് മോഡിലും യൂസ് ചെയ്യാൻ കഴിയും, പക്ഷേ മെയിൻ ഓറിയൻറ്റേഷൻ ആണ് ഇതിൻ്റെ ലാൻഡ്സ്കേപ്പ് മോഡ്. ലെനോവോ ലീജിയൻ പ്രോൻ്റെ സെൽഫി ക്യാമറ നമ്മുടെ സാധാരണ നോർമലി ഫോൺസിൽ സെൽഫി ക്യാമറ ഇവിടുന്ന് അതിൻ്റെ പൊങ്ങി വരുന്നത്, പക്ഷേ ഇതിൻ്റെ സെൽഫി ക്യാമറ സെൻട്രലാണ്. സെൻട്രൽ ആയതുകൊണ്ട് ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ലൈവ് സ്ട്രീം ചെയ്യുമ്പം വേറെ പ്രത്യേകിച്ച് ഒരു ക്യാമറ ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ലൈവ് സ്ട്രീം ചെയ്ത് ഇങ്ങനെ കളിക്കുമ്പോൾ നിങ്ങളുടെ സെൽഫി ക്യാമറ വെച്ച് തന്നെ നിങ്ങളുടെ ഫേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. സോ ഫേസും കൂടി റെക്കോർഡ് ചെയ്യാം. നിങ്ങളുടെ ഗെയിം പ്ലേയോടൊപ്പം തന്നെ നിങ്ങളുടെ ഫേസും റെക്കോർഡായി വരും. പക്ഷേ ലെനോവോയുടെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ലെനോവോ ഒരുപാട് ക്രിറ്റിസിസം നേരിടുന്ന ഒരു സംഭവമാണ് ഇതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ സപ്പോർട്ട്, അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും ബഗ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കാറുണ്ട്. സോ ലെനോവോൻ്റെ ലാസ്റ്റ് ഇറങ്ങിയ ലെനോവോ G6-ലൊക്കെ ഭയങ്കരമായിട്ട് ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിൻ്റെ എന്തെങ്കിലും ബഗ് വന്നാൽ ഒരുപാട് സമയം എടുക്കുന്നുണ്ട് അത് ഫിക്സ് ചെയ്യാൻ വേണ്ടി അവരുടെ സൈഡിൽ നിന്ന്. 4 RAM സ്റ്റോറേജ് വേരിയൻസിലാണ് വരുന്നത്. 8GB 12GB 16GB വരെ പോകുന്നുണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ 128GB 256GB പ്ലസ് ഹയസ്റ്റ് വേരിയൻറ്റിൽ
512 GB ഇൻറ്റർണൽ സ്റ്റോറേജും കിട്ടുന്നുണ്ട്. ഈ സ്റ്റോറേജ് കൂട്ടാൻ വേണ്ടി മൈക്രോ SD കാർഡിൻ്റെ സ്ലോട്ടൊന്നും കിട്ടുന്നില്ല. ഇതിൻ്റെ റാം ലേറ്റസ്റ്റ് ആയ LPDDR5 റാം ആണ്. പിന്നെ സ്റ്റോറേജും ലേറ്റസ്റ്റ് ആണ് UFS 3.1. നെക്സ്റ്റ് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കാം. സോ നോർമലി ഗെയിമിംഗ് ഫോൺസൊക്കെ ക്യാമറയ്ക്ക് വേണ്ടിയല്ല ഒപ്റ്റിമൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ശരിക്കും പറഞ്ഞാൽ പെർഫോമൻസിന് വേണ്ടിയാണ്, ഗെയിമിന് വേണ്ടി. സോ ഇതിൻ്റെയും ക്യാമറ അത്യാവശ്യം നല്ല ക്യാമറയാണ്. നമ്മുടെ പോക്കോ X2യിലുള്ള എക്സാക്ട് സെയിം IMX 686 സെൻസറാണ് ഇതിലും വരുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ആവശ്യമില്ലാത്ത 2 ക്യാമറകൾ ഫിറ്റ് ചെയ്ത് ഇതൊരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആക്കാൻ നോക്കിയിട്ടില്ല. നോർമൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്. മെയിൻ ക്യാമറ 64 മെഗാ പിക്സലിൻ്റെ, ഞാൻ പറഞ്ഞതുപോലെ സോണിയുടെ IMX 686 സെൻസറുള്ള ക്യാമറയാണ്, 64 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്. പിന്നെ 16 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയും കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ 4K 30 FPS മാത്രമേ ഇതിൽ എടുക്കാൻ പറ്റുന്നുള്ളൂ. ഈ സെയിം ചിപ്സെറ്റ് വെച്ച് Asusൻ്റെ ROG 3 ഫോൺ വന്നിരുന്നല്ലോ, ഈയിടെയാണ് ഇറങ്ങിയത്. അതിൽ 8K വരെ എടുക്കാൻ പറ്റും. പക്ഷേ ഇതിൽ 4K 30 FPS മാത്രമാണ് ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുമ്പോൾ ഇത് കൂടുമോ എന്നറിയില്ല. പക്ഷേ റൈറ്റ് നോ ഔട്ട് ഓഫ് ദ ബോക്സ് 4K 30 FPS മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. സെൽഫി ക്യാമറ നോക്കിയാൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു വ്യത്യസ്തമായ സെൽഫി ക്യാമറ പ്ലേസ്മെൻ്റ് ആണ്. സെൻട്രലാണ്, റൈറ്റ് സൈഡിൽ. സോ ഇങ്ങനെ വേണം നിങ്ങൾ സെൽഫി എടുക്കാൻ. നോർമലി നമ്മൾ ഇങ്ങനെ വെച്ചാണ് എടുക്കുന്നത്. പക്ഷേ ഇതിൽ ഇങ്ങനെ ആയിരിക്കും വെച്ചെടുക്കാൻ പോകുന്നത്. ഓക്കെയാണ്, നോ പ്രോബ്ലം. പിന്നെ അതിനോടൊപ്പം തന്നെ 20 മെഗാ പിക്സലിൻ്റെയാണ് സെൽഫി ക്യാമറ. ബാറ്ററി ആൻഡ് ചാർജിങ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിയാൽ ടോട്ടൽ 5000 mAh ബാറ്ററിയാണ്. ഞാൻ ടോട്ടൽ പറയാൻ വേണ്ടിയുള്ള കാരണം എന്ന് പറഞ്ഞാൽ 2 ബാറ്ററീസാണ്. സോ 2500 mAh ഒരു ബാറ്ററി ഉണ്ട് ഒരു സൈഡിൽ, പിന്നെ മറ്റ് സൈഡിൽ വേറെ 2500 mAh ബാറ്ററി ഉണ്ട്. സോ ടോട്ടൽ 5000 mAh ബാറ്ററിയാണ്. പ്ലസ് ഈ ഫോൺ 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്, സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ 90 വാട്ടിൻ്റെ ഒരു ചാർജ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹയസ്റ്റ് വേരിയൻറ്റ് വാങ്ങേണ്ടി വരും. 12 GB വേരിയൻറ്റ് അത് വാങ്ങേണ്ടി വരും. നിങ്ങൾ ലോ വേരിയൻറ്റ് വാങ്ങിയാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 45 വാട്ടിൻ്റെ 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ വേറൊരു 45 വാട്ടിൻ്റെ ചാർജർ കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾക്കിതിൽ 2 ചാർജർ വെച്ച് ഒരേ സമയത്ത് ചാർജ് ചെയ്യാൻ പറ്റും ഈ ഫോൺ. സോ ഞാൻ പറഞ്ഞ പോലെ ഈ ഫോണിൽ 2 USB സ്ലോട്ട്സ് ആണ്. സോ 2 സ്ലോട്ട് വഴി നിങ്ങൾക്ക് ഇതിൽ 45 + 45 90 വാട്ടിൻ്റെ ചാർജിങ് ചെയ്യാൻ കഴിയും. ഈ ഫോണിൽ ഹെഡ്ഫോൺ ജാക്കിൻ്റെ ഫീച്ചർ നിങ്ങൾക്ക് കിട്ടുന്നില്ല. എനിക്കറിയാം നമ്മുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺസിൽ നിന്ന് ഇപ്പം എല്ലാ ഫോൺസിനും ഇപ്പം മറ്റെടുത്ത് കളയുന്നുണ്ട് ഹെഡ്ഫോൺ ജാക്ക്. അത് പല കാരണങ്ങളുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഗെയിമിംഗ് ഫോൺ ആകുമ്പം അതിൽ മസ്റ്റായ ഒരു കാര്യമാണ് ഈ ഹെഡ്ഫോൺ ജാക്ക്. ഈ ഫോൺ ഡ്യുവൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫിംഗർ പ്രിൻറ്റ് സ്കാനറിൻ്റെ ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇതിൽ സെൽഫി ക്യാമറ പോപ്പപ്പ് ആയതുകൊണ്ട് നിങ്ങൾക്കിതിൽ ഫേസ് അൺലോക്കിൻ്റെ ഫീച്ചർ കിട്ടുന്നില്ല. ഇത്രയും പവർഫുൾ സ്പെസിഫിക്കേഷൻസ് ഉള്ളതുകൊണ്ട് ഇതിൻ്റെ അന്തുതു സ്കോർ ഒബ്വിയസ്ലി 6 ലക്ഷത്തിൻ്റെ മേളിലാണ്. സോ 6,21,000 ആ റേഞ്ചിലാണ് ഇതിൻ്റെ അന്തുതു സ്കോർ വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു ഫീച്ചറാണ്. കാരണം എനിക്ക് തോന്നുന്നു ഈ വർഷം ഇറങ്ങിയ ബാക്കി ഗെയിമിംഗ് ഫോൺസ്, ടോപ്പ് ലെവൽ ഗെയിമിംഗ് ഫോൺസ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ പ്രൈസുള്ള ഫോണാണ് Lenovo Legion Pro. ചൈനയിൽ ലോഞ്ച് ചെയ്തപ്പം ചൈനയുടെ പ്രൈസ് ഇന്ത്യയിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 36,000 രൂപ 37,000 രൂപ ആ ഒരു പ്രൈസാണ് വരുന്നത്. സോ ആ പ്രൈസിൽ ഇപ്പോൾ 40ൻ്റെ താഴെ ഇന്ത്യയിൽ ഈ ഫോൺ വരികയാണെങ്കിൽ എനിക്കറിയില്ല എപ്പോഴാണ്. സോ ഇതിൻ്റെ ഇന്ത്യൻ ലോഞ്ച്, ഇന്ത്യൻ റിലീസ് ഡേറ്റിനെ കുറിച്ചൊന്നും ഇതൊരു ന്യൂസൊന്നും വന്നിട്ടില്ല. പക്ഷേ ആ ഒരു പ്രൈസ് 40ൻ്റെ താഴെ എങ്ങാണ്ട് ഈ ഫോൺ വന്നാൽ ശരിക്കും പറഞ്ഞാൽ വളരെ നല്ലൊരു ഗെയിമിംഗ് ഫോൺ ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ. കാരണം ഇപ്പം നമുക്കറിയാം Asus ROG 3 ഒക്കെ നല്ല എക്സ്പെൻസീവ് ഫോൺസാണ്. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ നല്ലൊരു ബഡ്ജറ്റ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഫ്ലാഗ്ഷിപ്പ് വെച്ച് നോക്കുമ്പോൾ 865+ പ്രോസസ്സറുള്ള ഒരു ഫോൺ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു പ്രൈസ് ആയിരിക്കും, 40 അല്ലെങ്കിൽ 40ൻ്റെ താഴെ. സോ ഇതായിരുന്നു Lenovo Legion Pro ഫോണിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ കാണുന്നവരെ ദിസ് ഈസ് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.